കൃതജ്ഞതയുടെ ശക്തമായ പ്രക്രിയ. ഡോക്ടർ ജോ വിറ്റാലെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്തിനൊക്കെയാണ് കൃതജ്ഞത ഉണ്ടാവേണ്ടത് എന്നതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കാൻ തുടങ്ങലാണ്. ഇത് നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റുന്നു. ചിന്തകളുടെ ഗതിയും മാറ്റാൻ തുടങ്ങുന്നു. ഈ വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ ആയിരുന്നു. ഈ വ്യായാമം തുടങ്ങിയതോടെ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് സുഖാനുഭവം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃതജ്ഞതയോടെ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. കൃതജ്ഞത നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ട്യുന്മുഖമായ ഊർജത്തോട് സമന്വയപ്പെടുത്തും എന്നത് നിങ്ങൾക്കൊരു പുതിയ ചിന്തയാണെങ്കിൽ അതിനെ കാര്യമായി പരിഗണിക്കുക. അത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വാലസ് വാറ്റിൽസ് 1860-1911. മാർസി ഷിമോഫ്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ഏറ്റവും മികച്ച വഴി കൃതജ്ഞതയാണ്. ഡോക്ടർ ജോൺ ഗ്രേ. മനഃശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, രാജ്യാന്തര പ്രഭാഷകൻ. ഏതൊരാൾക്കും അറിയാം, അയാൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ അയാളുടെ ഭാര്യ അഭിനന്ദിക്കുമ്പോൾ അയാൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന്. അയാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. അംഗീകാരമാണ് കാര്യം. അത് കാര്യങ്ങളെ അടുപ്പിക്കുന്നു. അത് കൂടുതൽ പിന്തുണ ആകർഷിക്കുന്നു. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി. നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എന്തിനോട് നന്ദി പറയുന്നുവോ അതിനെ നാം സാക്ഷാത്കരിക്കും. ജെയിംസ് റേ. കൃതജ്ഞത എനിക്ക് വളരെ പ്രബലമായ വ്യായാമമായിരുന്നു. ഓരോ പ്രഭാതത്തിലും ഉണർന്നെണീറ്റാലുടൻ ഞാൻ പറയും നന്ദി. ഓരോ പ്രഭാതത്തിലും എൻ്റെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചാലുടൻ ഞാൻ പറയും നന്ദി. പിന്നെ ഞാൻ എൻ്റെ പ്രഭാതകൃത്യങ്ങളിൽ മുഴുകുമ്പോഴെല്ലാം എനിക്ക് എന്തിനോടെല്ലാം കൃതജ്ഞതയുണ്ടോ അതിനെയെല്ലാം ഞാൻ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കും. ഞാൻ വെറുതെ മനസ്സിൽ ആലോചിക്കുകയോ ഒരു പതിവ് ചര്യ നിർവഹിക്കുകയോ അല്ല ചെയ്യുന്നത്. അതിനെയെല്ലാം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് ആ വികാരാനുഭവം അനുഭവിച്ചറിയും. ജെയിംസ് റേ അദ്ദേഹത്തിൻ്റെ കൃതജ്ഞതാ വ്യായാമം പറഞ്ഞു തരുന്നത് ചലച്ചിത്രത്തിൽ ചിത്രീകരിച്ച ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ദിവസം മുതൽ ജെയിംസിൻ്റെ ആ പ്രക്രിയ എൻ്റെ ജീവിതമാക്കി മാറ്റി. ഓരോ പ്രഭാതത്തിലും ഈ പുതിയ ദിവസം എനിക്ക് ലഭിച്ചതിലുള്ള കൃതജ്ഞതയുടെ വികാരം അനുഭവിക്കാതെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃതജ്ഞതയുള്ള എല്ലാറ്റിൻ്റെയും വികാരം അനുഭവിക്കാതെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാറില്ല. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ തറയിൽ സ്പർശിക്കുന്നതോടൊപ്പം ഞാൻ നന്ദി പറഞ്ഞിരിക്കും. കുളിമുറിയിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഞാൻ നന്ദി പറയും. കുളിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒരുങ്ങുമ്പോഴും ഞാൻ ഉള്ളിൽ തട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി. ദിവസത്തെ ജോലി തുടങ്ങാൻ ഞാൻ തയ്യാറാകുമ്പോഴേക്കും ഞാൻ 100 കണക്കിന് പ്രാവശ്യം നന്ദി പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ ദിവസവും അതിൻ്റെ ഉള്ളടക്കവും ഞാൻ സൃഷ്ടിക്കുകയാണ്. കിടക്കയിൽ നിന്ന് തട്ടിത്തടഞ്ഞ് എഴുന്നേറ്റ് ദിവസത്തെ സംഭവങ്ങൾ എന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കുന്നതിനു പകരം ഈ ദിവസം ഞാൻ ആഗ്രഹിച്ച രീതിയിലായിരിക്കുമെന്ന് ബോധപൂർവം പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തേക്കുള്ള എൻ്റെ തരംഗദൈർഘ്യം ക്രമീകരിക്കുകയാണ്. ഒരു ദിവസം ആരംഭിക്കാൻ ഇതിനേക്കാൾ മികച്ച മാർഗം വേറെയില്ല. നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതം ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് ആരംഭിക്കുക. നിങ്ങളുടെ ദിവസം ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് ആരംഭിക്കുക. ചരിത്രത്തിലുടനീളം അവതരിച്ചിട്ടുള്ള മഹാന്മാർ എല്ലാവരും പഠിപ്പിച്ച പാഠങ്ങളിൽ ഒരു പ്രധാന ഘടകം കൃതജ്ഞതയായിരുന്നു. എൻ്റെ ജീവിതം മാറ്റിമറിച്ച പുസ്തകമാണ് വാലസ് വാറ്റിൽസ് 1910 രചിച്ച ധനികനാകുന്നതിൻ്റെ ശാസ്ത്രം. ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായത്തിൻ്റെ ശീർഷകം കൃതജ്ഞത ആയിരുന്നു. രഹസ്യത്തിൽ പ്രതിപാദിക്കുന്ന ഓരോ ആചാര്യനും കൃതജ്ഞത അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. അവരിൽ മിക്കവരും ദിവസം ആരംഭിക്കുന്നത് കൃതജ്ഞതയുടെ ചിന്തയും വികാരവും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. മികച്ച സംരംഭകനും ഉത്കൃഷ്ടനായ വ്യക്തിയുമായ ജോ ഷുഗർമാൻ രഹസ്യം ചലച്ചിത്രം കണ്ടതിന് ശേഷം എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കൃതജ്ഞതാ പ്രക്രിയ ആയിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും സഹായമായത് കൃതജ്ഞതയുടെ ശരിയായ പ്രയോഗമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ നേട്ടങ്ങളെയും ആകർഷിച്ച ശേഷവും ഓരോ ദിവസവും ഓരോ ചെറിയ കാര്യങ്ങൾക്കും അദ്ദേഹം കൃതജ്ഞത കാണിച്ചുകൊണ്ടേയിരുന്നു. കാർ നിർത്താൻ പാർക്കിംഗ് സ്ഥലം കിട്ടിയാൽ ഉടൻ അദ്ദേഹം നന്ദി പറയുകയും അതിൻ്റെ അനുഭവം ഉൾക്കൊള്ളുകയും ചെയ്യും. കൃതജ്ഞതയുടെ ശക്തി എന്താണെന്നും അത് തനിക്ക് എന്തെല്ലാം നേടിത്തന്നു എന്നും അദ്ദേഹത്തിന് അറിയാം. അതിനാൽ കൃതജ്ഞത അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാണ്. രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വായിച്ചറിഞ്ഞതും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതുമായവയിൽ മറ്റേതിനേക്കാളും ഉന്നത സ്ഥാനത്താണ് കൃതജ്ഞത. ഈ രഹസ്യത്തിൻ്റെ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ എങ്കിൽ കൃതജ്ഞത ഉപയോഗിക്കുക. അത് നിങ്ങളുടെ ജീവിത രീതിയായി മാറുന്നതുവരെ. ഡോക്ടർ ജോ വിറ്റാലെ. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ചിന്തകൾ ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങൾ ഇനിയും നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടാകാവുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ പരാതികൾ പറയാനുണ്ടാവും. നിങ്ങൾ
ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച കാർ എനിക്കില്ല. നല്ലൊരു വീട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. എനിക്കിഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയില്ല. നല്ല ആരോഗ്യം ഞാൻ ആഗ്രഹിച്ചു, അതെനിക്കില്ല. നിർത്തൂ, നിർത്തൂ. അതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃതജ്ഞത തോന്നാവുന്ന കാര്യങ്ങളുണ്ടാവും. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് ഇത് വായിക്കാൻ കണ്ണുകളുണ്ടല്ലോ എന്നതാവാം. കുറേ നല്ല വസ്ത്രങ്ങൾ ഉണ്ടല്ലോ എന്നതാവാം. നിങ്ങൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃതജ്ഞത തോന്നാൻ തുടങ്ങിയാൽ അധികം വൈകാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യും. മറ്റെല്ലാ അർത്ഥത്തിലും ജീവിതത്തെ ശരിയായ വിധത്തിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന പലരും കൃതജ്ഞതയുടെ അഭാവം മൂലമാണ് ദാരിദ്ര്യത്തിൽ തന്നെ തുടരുന്നത്. വാലസ് വാറ്റിൽസ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃതജ്ഞത തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ വന്നു ചേരുക അസാധ്യമാണ്. കാരണം കൃതജ്ഞതയില്ലാത്ത മാനസികാവസ്ഥയിൽ നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ചിന്തകളും വികാരങ്ങളും നിഷേധാത്മകമാണ്. അസൂയ, അമർഷം, അസംതൃപ്തി തുടങ്ങിയ വികാരങ്ങൾ ഏതായാലും അവയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിയില്ല. അവയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിഷേധാത്മകമായ മനോവികാരങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പുതിയ കാർ വേണം, പക്ഷേ ഇപ്പോൾ ഉള്ള കാറിനെ കുറിച്ച് നിങ്ങൾക്ക് കൃതജ്ഞതയില്ലെങ്കിൽ അതായിരിക്കും നിങ്ങൾ പ്രസരിപ്പിക്കുന്ന പ്രധാന തരംഗം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് കൃതജ്ഞത ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ കൃതജ്ഞതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് കൃതജ്ഞത തോന്നേണ്ട കൂടുതൽ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടരെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ തുടക്കം കുറിച്ചാൽ ആകർഷണ നിയമം ആ കൃതജ്ഞതാ ചിന്തകളെ സ്വീകരിക്കുകയും അതുപോലുള്ള ചിന്തകൾ ഇനിയും നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾ കൃതജ്ഞതയുടെ തരംഗദൈർഘ്യത്തിൽ സ്ഥിരപ്പെടുകയും എല്ലാ നന്മകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ദിവസേനയുള്ള കൃതജ്ഞതാ വ്യായാമം സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള ഒരു പാതയാണ്. വാലസ് വാറ്റിൽസ്. ലീ ബ്രോവർ. ധനകാര്യ വിദഗ്ധൻ, പരിശീലകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ. നാം എല്ലാം എപ്പോഴെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും ശരിയായി നടക്കുന്നില്ല, അല്ലെങ്കിൽ സംഗതികൾ വളരെ മോശമാണ് എന്നൊക്കെ പറയേണ്ട സന്ദർഭങ്ങളെ അഭിമുഖീകരിച്ചിരിക്കും. ഒരിക്കൽ എൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കെ എനിക്ക് ഒരു കരിങ്കല്ല് കിട്ടി. ഞാൻ അതും കയ്യിൽ പിടിച്ച് കുറേ നേരം ഇരുന്നു. പിന്നെ ഞാൻ അത് എൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഓരോ തവണ ഞാൻ ഈ കല്ലിൽ തൊടുമ്പോഴും എനിക്ക് കൃതജ്ഞതയുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. അന്നു മുതൽ ദിവസവും രാവിലെ ഉണർന്നെണീറ്റാലുടൻ അലമാരയിൽ നിന്ന് ആ കല്ലെടുത്ത് പോക്കറ്റിലിടും. പിന്നെ എനിക്ക് കൃതജ്ഞതയുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോകും. രാത്രിയിൽ ഞാൻ എൻ്റെ പോക്കറ്റ് കാലിയാക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. ഈ ആശയം മൂലം വിസ്മയകരമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ദക്ഷിണാഫ്രിക്കക്കാരനായ ഒരാൾ ഞാൻ ഈ കല്ല് താഴെ ഇടുന്നത് കണ്ടു. അത് എന്താണെന്ന് അയാൾ അന്വേഷിച്ചപ്പോൾ ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അയാൾ അതിന് കൃതജ്ഞതാശില എന്ന് പേരിട്ടു. 2 ആഴ്ചകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അയാളുടെ ഇമെയിൽ സന്ദേശം എനിക്ക് ലഭിച്ചു. എൻ്റെ മകൻ ഒരു അപൂർവ രോഗം ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പ്രത്യേക തരം ഹെപ്പറ്റൈറ്റിസ് ആണ്. താങ്കൾ എനിക്ക് 3 കൃതജ്ഞതാശിലകൾ അയച്ചു തരുമോ എന്നായിരുന്നു ആ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. തെരുവിൽ നിന്ന് കണ്ടെടുത്ത സാധാരണ കല്ലുകൾ മാത്രമായിരുന്നു അവ. അയാൾക്ക് അയച്ചു കൊടുക്കുന്നത് വിശേഷപ്പെട്ട കല്ലുകളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ ഞാൻ അരുവിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഉചിതമായ കല്ലുകൾ തിരഞ്ഞെടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്തു. 4-5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അയാളുടെ ഇമെയിൽ സന്ദേശം കിട്ടി. എൻ്റെ മകൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നു, അവൻ്റെ സ്ഥിതി ഏറെ പുരോഗമിച്ചിരിക്കുന്നു എന്ന് അയാൾ അറിയിച്ചു. അതോടൊപ്പം മറ്റൊരു കാര്യവും അയാൾ പറഞ്ഞു. ഒരു കാര്യവും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്നിന് $10 വില വെച്ച് 1000-ലധികം കൃതജ്ഞതാശിലകൾ വിറ്റുകഴിഞ്ഞു. ഈ പണമെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ നന്ദി. ഒരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്ഥലം, കാലം, ഗുരുത്വാകർഷണം എന്നിവയെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വിപ്ലവകരമായ മാറ്റം വരുത്തി ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന് ഇതെല്ലാം സാധ്യമാകുമെന്ന് ആരും കരുതി കാണില്ല. ഐൻസ്റ്റീന് രഹസ്യത്തെക്കുറിച്ച് ധാരാളം അറിയാമായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും 100 കണക്കിന് തവണ നന്ദി എന്ന് പറയുമായിരുന്നു. തനിക്ക് കൂടുതൽ പഠിക്കുവാനും തൻ്റെ ജോലികളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും ക്രമേണ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായി തീരുവാനും തന്നെ പ്രാപ്തനാക്കിയ തൻ്റെ മുൻഗാമികളായ ശാസ്ത്രജ്ഞന്മാരോടെല്ലാം അദ്ദേഹം നന്ദി പറയുമായിരുന്നു. കൃതജ്ഞതയുടെ വളരെ ശക്തമായ ഒരു ഉപയോഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാനുള്ള സൃഷ്ടിപ്രക്രിയയിൽ സംയോജിപ്പിച്ച് അതിനെ ശക്തമായി ചാർജ് ചെയ്യാം. സൃഷ്ടിപ്രക്രിയയുടെ ആദ്യപടിയായ ആവശ്യപ്പെടുക എന്ന അധ്യായത്തിൽ ബോബ് പ്രോക്ടർ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കുറിച്ചു വയ്ക്കാൻ തുടങ്ങുക. ഡാഷിൽ ഞാൻ വളരെ സന്തുഷ്ടനും കൃതജ്ഞതയുള്ളതുമാണ്. ഡാഷ് ഭാഗം നിങ്ങൾക്ക് പൂരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഓരോ വാചകവും തുടങ്ങാൻ. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ നന്ദി പ്രകാശിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ചില ശക്തമായ സിഗ്നലുകൾ പ്രസരിപ്പിക്കുകയാണ്. ഈ സിഗ്നലുകൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനാൽ വസ്തു നിങ്ങളുടേതായി കഴിഞ്ഞു എന്നാണ്.
ഓരോ പ്രഭാതത്തിലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ആരംഭിക്കുന്ന ആ നല്ല ദിവസത്തിന് മുൻകൂറായി കൃതജ്ഞത മനസ്സിൽ അനുഭവിക്കുക എന്നത് ഒരു ശീലമാക്കണം. ഞാൻ രഹസ്യം കണ്ടെത്തുകയും ഈ വിജ്ഞാനം ലോകത്തിന് പകർന്നു നൽകണമെന്ന ആശയം ആവിഷ്കരിക്കുകയും ചെയ്ത നിമിഷം മുതൽ ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്ന രഹസ്യം എന്ന ചലച്ചിത്രത്തിന് വേണ്ടി എല്ലാ ദിവസവും ഞാൻ നന്ദി പറയുമായിരുന്നു. എങ്ങനെയാണ് ഈ വിജ്ഞാനം വെള്ളിത്തിരയിൽ എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുള്ള വഴി ഞങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്തിമ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഉറച്ചു നിന്നു. ഇതിന്റെ വിജയത്തിനുള്ള കൃതജ്ഞതയുടെ അഗാധമായ വികാരം എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടു. എൻ്റെ അസ്തിത്വത്തിന്റെ അവസ്ഥ തന്നെ അതായി മാറിയപ്പോൾ അണക്കെട്ട് തുറന്നുവിട്ടതുപോലെ എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നു. എനിക്കും എന്നോടൊപ്പമുള്ള രഹസ്യം ചലച്ചിത്ര സംഘത്തിനും കൃതജ്ഞതയുടെ ഹൃദയം നിറഞ്ഞ വികാരാനുഭവം ഇപ്പോഴും തുടരുന്നു. ഓരോ നിമിഷത്തിലും കൃതജ്ഞത പ്രതിധ്വനിക്കുന്ന ഒരു സംഘമായി ഞങ്ങൾ മാറി. അത് ഞങ്ങളുടെ ജീവിത രീതിയായി മാറി.